വീട് വെച്ചു കൊടുക്കുക എളുപ്പമല്ല. ഇതിനായി കോൺഗ്രസ് ഒരു ആപ്പ് പുറത്തിറക്കി. സ്റ്റാൻഡ് വിത്ത് വയനാട് INC. 2024 ഓഗസ്റ്റ് 19 ഈ ആപ്പ് പുറത്തിറക്കിയത്. നമ്മളിപ്പോ പ്രോഗ്രാം എന്താണോ ആസൂത്രണം ചെയ്യുന്നത് ആ പ്രോഗ്രാം നടത്താനുള്ള ഫണ്ട് പബ്ലിക്കിലൂടെ ഈ ആപ്പിലൂടെ നമുക്ക് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ആരും ഇതിനകത്ത് വഴിതെറ്റി കോൺഗ്രസുമായി ബന്ധപ്പെടുന്ന ആരും മറ്റൊരു തരത്തിലേക്കുള്ള ഒരു പിരിവുമായി പോവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വർഷം 1 3 മാസവും കഴിഞ്ഞു. ആ വീടുകൾ എവിടെയെന്ന് അറിയണമല്ലോ, എന്ന് നിർമ്മാണം പൂർത്തിയാകുമെന്ന് അറിയണമല്ലോ. സർക്കാർ ഞങ്ങളെ അതിൽ സഹായിക്കുന്നില്ല. സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല. വയനാട് കളക്ടറേറ്റിൽ നിന്ന് PRD അടക്കം എല്ലാ മാധ്യമങ്ങൾക്കും ഈ പട്ടിക ലഭിച്ചിട്ടുണ്ട്. ആ പട്ടികയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അത് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. ദുരന്ത ബാധിതർക്ക് തണലൊരുക്കാൻ 43,77,00,000 രൂപ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ അക്കൌണ്ടിൽ കെട്ടിവെച്ചാണ് സർക്കാർ എൽസ്റ്റൺ ഭൂമി ഏറ്റെടുത്തത്. അതായത് പണം കൊടുത്താണ് സർക്കാർ പോലും ഭൂമി വാങ്ങിയത്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആപ്പിലൂടെ എത്ര പണമാണ് കോൺഗ്രസ് സമാഹരിച്ചത്? അതിന്റെ കണക്ക് ആരുടെ കയ്യിലാണുള്ളത്? 100 വീട് നിർമ്മിക്കാനുള്ള പണം ഈ ആപ്പിലൂടെ കോൺഗ്രസിന് കിട്ടിയോ? ഈ ആപ്പ് എന്തുകൊണ്ടാണ് അടച്ചുപൂട്ടിയത്? ആർക്കറിയാം.